ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനെത്തി നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ നെൽസൻ്റെ ഡയറക്ഷൻ ചെയ്ത പടവും അതുപോലെ തന്നെ നമ്മളെ തലൈവർ അഭിനയിച്ച പടത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഇതിലോട്ട് വരുമ്പം ഈ കോംബോ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് ചോദിച്ചു നോക്കാം. ഓക്കെ ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു പടം? കുഴപ്പമില്ലായിരുന്നു ബ്രോ, നല്ല കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ ബോറിംഗ് ഒന്നും ഇല്ലായിരുന്നു, ത്രില്ലിംഗ് ഉണ്ടായിരുന്നു. ആവറേജ് മൂവി, ഫാമിലിക്കും വന്നിരുന്ന് കാണാം. ഫാമിലി ഷോയും കൂടെ, ഫാമിലി മൂവിയും കൂടെയാണ്. കുഴപ്പമില്ലായിരുന്നു. പെർഫോമൻസ് അവരവരുടെ ക്യാരക്ടർ അവരൊരു സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ക. വിനായകൻ, ലാലേട്ടൻ, രജനീകാന്ത് പക്ക. நல்லா இருக்கு. தமிழ்நாட்டிலேருந்து வந்து பார்த்துருக்கு. சூப்பராக இருக்குது. அவர் எப்பொழுதும் போல அந்த பாட்சா ஸ்டைலில் வந்திருக்காரு. பட் வேஜ்டானால கொஞ்சம் நல்லா நீட்டாக பண்ணியிருக்காரு. அவருக்கு தகுந்த மாதிரி பண்ணியிருக்காரு. വളരെ നല്ല പടമാണ്. ലാലേട്ടനെ വേണ്ട വിധത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ രജനീകാന്തും അതേപോലെയാണ്, സൂപ്പറായിട്ടുണ്ട്. കംബാക്ക് തന്നെയാണ്. സൂപ്പർ പടം, നല്ലൊരു കംബാക്കാണ്. നല്ല നമ്മൾ പ്രതീക്ഷ അല്ല, അത്രയ്ക്ക് പ്രതീക്ഷ അല്ല വന്നത് എങ്കിൽ പോലും നല്ലൊരു മോഹൻലാലിൻ്റെ എൻട്രി ആവട്ടെ, നല്ല വെറും ക്യാമിയോ അല്ല, നല്ല പടം. പറയാം, തലവരെ വിളയാട്ടം സൂപ്പറായിരുന്നു. ഇല്ല, ഫസ്റ്റ് ഹാഫൊക്കെ സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും കുറച്ച് കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടം. എല്ലാവരും നല്ല മാസ് പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. കൊള്ളാം, നല്ല മൂവിയായിരുന്നു. പടം പൊളി, അടിപൊളി പടം, വിഷയം പടം. നല്ല മൂവി, നല്ല മൂവി, ഇടുവാണ് കിടു, സൂപ്പർ, ഒരു രക്ഷയില്ല, പൊളി. സൗത്ത് ഇന്ത്യ തകർത്ത് വിളയാടി. ബീസ്റ്റിൻ്റെ ക്ഷീണം ജയിലറിൽ മാറ്റിയിട്ടുണ്ട്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലാലേട്ടനൊക്കെ തകർത്തിട്ടുണ്ട്. അത് സ്ക്രീനിൽ കാണണം, അത്ര പുള്ളി നല്ല സ്റ്റൈൽ ആയിട്ടൊക്കെയാണ് സ്ക്രീനിൽ. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളിൽ വെച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് സംഭവമാണിത്. പിന്നെ അതുപോലെ തന്നെ ഫാമിലിക്കാണെങ്കിലും ഇപ്പം ഫാൻസിനാണെങ്കിലും ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഫെസ്റ്റിവൽ മൂഡ് പടം. അതായത് മാസ് ഹിറ്റാവും എന്ന് തന്നെയാണ് എക്സ്പെക്റ്റേഷൻസ്. നന്നായിട്ട് പടം എന്തായാലും ആളുകൾ സ്വീകരിക്കും, ഉറപ്പാണ്. രജനീകാന്തിൻ്റെയും മോഹൻലാലിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, അതൊക്കെ സെറ്റ്. അല്ല, ഓവറോൾ പടം കൊള്ളായിരുന്നു, നല്ല സിനിമയിൽ. മോഹൻലാലിൻ്റെ ഒക്കെ ലുക്കൊക്കെ സെറ്റ് വരുന്നുണ്ടോ. നെൽസന്റെ തിരിച്ചുവരവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബീസ്റ്റിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആയിരുന്നു. ബീസ്റ്റ് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്ന ഒരുമാതിരി ഈ ബിരിയാണി പ്രതീക്ഷിച്ച് കഞ്ഞി കിട്ടിയ അവസ്ഥയായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം കൊള്ളാം. ഇതിപ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഒഴിച്ച് വെച്ചാൽ ബാക്കി പോരായ്മകളൊന്നും പടത്തിനില്ല. രജനീകാന്തിൻ്റെ സ്ക്രീൻ നമ്മൾ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ പ്രതീക്ഷ വന്ന ലാലേട്ടൻ്റെ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വിനായകൻ ഇന്ന് പടത്തിൽ ഇന്ന് വിനായകനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉള്ളത്. പുള്ളിക്കാരൻ്റെ ആ ഒരു സ്വാഗും ആ മലയാളവും തമിഴ് ഡയലോഗ്സ് എല്ലാം കൂടെ കൂട്ടിക്കുറിച്ച് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അടിപൊളിയായിരുന്നു, അത് നൈസായിരുന്നു. നെൽസന്റെ കമ്പാക്കാണ്. ഇതെന്തായാലും ഹിറ്റാണ്. കാരണം അത്രയ്ക്ക് ശോകം പടമല്ല, നല്ല അത്യാവശ്യം കൊള്ളായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. പിന്നെ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും. രജനീകാന്തിൻ്റെ ആദ്യമായിട്ട് ഞാൻ സിനിമ കാണാൻ വരുന്നത്, അതുകൊണ്ട് നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. പിന്നെ അനിരുദ്ധിന്റെ BGM ഒക്കെ വേറെ ലെവലായിട്ടുണ്ട്. വിനായകൻ കട്ടവില്ലൻ. വില്ലൻ എത്ര അങ്ങ് ടോപ്പിൽ പോവുക, ആ ഒരു രീതിയിലുള്ള നല്ലൊരു ക്രൂഡ് വില്ലൻ ആയിട്ടാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും പ്ലേസ് ചെയ്തിട്ടുള്ള BGM ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ BGM ഒക്കെ അടിപൊളി, കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ നന്നായിട്ടുണ്ട്. പിന്നല്ലാതെ, കാരണം വെച്ചാൽ ഈ ഒരു ഏജിലും പുള്ളി അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷനൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ നെൽസൺ ആ ഒരു നമ്മുടെ തലൈവറിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ നല്ല രീതിയിൽ ഔട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നെൽസൺ വിജയിച്ചിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇടയിൽ കോമഡി ഒക്കെ ഉണ്ട്, എന്നാൽ പോലും ലാഗ് അടിപ്പിക്കാത്ത രീതിയിൽ നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ബ്രോ. ആർക്കും നിരാശ എന്ന് പറയുന്നൊരു സംഭവമേ ഉണ്ടാവില്ല. മ്യൂസിക് വൈസ് ആണെങ്കിലും BGM വൈസ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിൽ പോലും നമുക്ക് കുറച്ച് എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് സീൻസൊക്കെ ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ക്ലൈമാക്സിൻ്റെ അടുത്ത് തന്നെ നല്ല സീൻസ് ഉണ്ട്. നല്ല പടം, എല്ലാവരും നല്ല അടിപൊളി അഭിനയമായിരുന്നു. പ്രത്യേകിച്ച് രജനീകാന്ത്, അത് വേറെ വിഷയം, എൻ്റെ ഇതിന് പറയാനില്ലല്ലോ. നൈസ് പടം, കൊള്ളാം. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമയിൽ. കൊള്ളാം, ഓൾറൗണ്ട് കൊള്ളാം. അടിപൊളി കേട്ടോ. ലാലേട്ടൻ്റെ ക്യാമിയോയും ഭയങ്കര നൈസായിരുന്നു. ഇനി അങ്ങോട്ട് ലാലേട്ടൻ്റെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്നതാണ്. പിന്നെ അടിപൊളിയായിരുന്നു. എല്ലാ മലയാളികളെല്ലാം അടിച്ചു പൊളിച്ചു. അതിലോട്ട് വരുമ്പോൾ അതെ പ്രത്യേകിച്ച് നെൽസന്റെയും ഒരു കംബാക്കാണ്.
എയറിൽ നിന്ന് താഴെ ഇറങ്ങിയ പോലെ ഉണ്ട്. നല്ല സിനിമയാണ്. രജനീകാന്തിന്റെ ഒരു കമ്പാക്ക്. അതെ അതെ അതെ. നമ്മൾ ബീസ്റ്റിൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് നെൽസൻ്റെ ഒരു ഇതിൽ വന്നെങ്കിലും പക്ഷേ അങ്ങനെയല്ല. നൈസ് മൂവിയാണ്, ഒന്നുകൂടെ കാണാനായിട്ട് തോന്നും. ഇപ്പോൾ ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10-ൽ ഒരു 7.5 ഒക്കെ പറയാം. നല്ലൊരു മൂവിയായിരുന്നു. കേട്ടോ, 72 ആ ഒരു പുള്ളി മാസമാണല്ലോ എപ്പോഴും, അതേ ഒരു ഇത് ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. നൈസായിട്ട് നെൽസന്റെ ഒരു കമ്പാക്കാണ്. കമ്പാക്ക് എന്ന് പറയാം. എന്ന് പറയാനായിട്ട് നെൽസൻ്റെ ഒരു ഒരു പഴയ നമ്മൾ ഡോക്ടർ കണ്ടിറങ്ങിയപ്പോൾ കിട്ടുന്ന ഫീലില്ലേ, അതിൻ്റെ ഒരു 100 ഇരട്ടി ഫീലുണ്ട്. ബീസ്റ്റിൽ പോയ സംഭവം ഇരട്ടിയായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഏട്ടനെ പ്രസൻറ്റ് ചെയ്ത രീതി അതും അടിപൊളി. അതിൽ പറയാനുള്ളത് ഇനി ആ ലുക്ക് കൊണ്ട് അടുത്തൊരു പ്രശ്നം പറഞ്ഞത് ലൂസിഫറിനായിരിക്കും. കാര്യം ലൂസിഫറിൻ്റെ സെക്കൻഡ് എൽട്ട് കൊണ്ടുവരുമ്പോൾ ഇതിന് നന്നായിട്ട് അടുത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. കാര്യം എൽട്ട് പ്രതീക്ഷ വരുമ്പോഴേ നമ്മുടെ ലൂസിഫറിൻ്റെ ക്ലൈമാക്സിലൊരു സീനില്ലേ, ആ ഒരു കാർ സീൻ, അതിൻ്റെ കണ്ടിന്യൂഷൻ പോലൊരു സീനുണ്ട് ഇതിനകത്ത്. കുറേ കൂടെ അടിപൊളി ലുക്കിൽ ലാലേട്ടൻ പഴയ ലുക്കിലോട്ട് വന്നു കേട്ടോ. ആ ഒരു പണ്ടത്തെ ആ ഒരു ഇന്ത്യൻ ലുക്കിലോട്ട് വന്നു. പൊളി സാധനം. പിന്നെ എല്ലാവരും പ്രസൻറ്റ് ചെയ്തതും അടിപൊളി. പൊളിപ്പടം വർത്താണ്. ഇപ്പോൾ ഓണത്തിന് കൊത്തൊക്കെ ഒരു പണിയായിരിക്കും.